സാജിറ്റേറിയസ്, നിങ്ങളുടെ പേഴ്സൺ ഈ മാസം എന്തോ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഈ ഡിസിഷൻ എല്ലാവർക്കും ഷോക്ക് ചെയ്യും, നിങ്ങൾക്കും അതൊരു ഷോക്ക് ആയിട്ടാണ് വരിക. അപ്പൊ ഇത് എന്താണ് എക്സാക്ട്ലി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് എന്ന് റീഡിംഗിൽ നോക്കാം. അപ്പൊ സാജിറ്റേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. ഇത് സാജിറ്റേറിയസ് സൺ, മൂൺ, എസെൻഡൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഒരു ജനറൽ റീഡിംഗ് ആണ് ഇത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ കാണുന്നത് സാജിറ്റേറിയസ് 7 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. ഈ മാസം എന്തോ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. 7 ഓഫ് സോഡ്സ് ചിലപ്പോൾ സെൽഫ് സാബോട്ടാജ് എനർജിയും ആവാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ വേറെ എന്തോ ആണ് ചെയ്യണത്. നിങ്ങളുടെ മനസ്സ് വേറെ എന്തോ ആണ് പറയണേ, പക്ഷെ നിങ്ങൾ ചെയ്യണത് വേറെ എന്തോ. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് സോഡ്സിന് നമ്മൾക്ക് നോക്കാം. 3 ഓഫ് സോഡ്സ്. ഇവിടെ ചിലവർക്ക് ഇതൊരു ബിട്രിയലിൻ്റെ എനർജിയും ആവാം. എന്ന് വെച്ചാൽ ഏതൊരു പേഴ്സൺ ടെ കൂടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു ഹാർട്ട് ബ്രേക്ക് കാണാണ്ട്, ഒരു ബ്രേക്കപ്പ് എനർജി കാണാണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് പറഞ്ഞില്ല, മറച്ചു വെച്ചു, ഇല്ല വെച്ചാൽ എന്തോ അവർ ചെയ്തത് അത് പുറത്തു വന്നു. എന്തോ ഒരു എഫെയറിൻ്റെ എനർജി ആവാം, അതല്ല വെച്ചാൽ അവരെന്തോ പറയാത്ത ഒരു കാര്യമാവാം. ഇപ്പോൾ ഇത് വേണമെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്നും ആവാം. എന്ന് വെച്ചാൽ നിങ്ങളെന്തോ മറച്ചു വെച്ചു, അത് പുറത്തു വന്നപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ ഈ മെസ്സേജ് എടുക്കുക. ഞാൻ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ മനസ്സിൽ. എന്താ വേണ്ടേ, അടുത്തത് എന്താ ഉണ്ടാവുക, എനിക്ക് ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യണോ വേണ്ടേ? എന്താ വെച്ചാൽ 2 ഓഫ് സോഡ്സ് ഒരു ഇമോഷണലും പ്രാക്ടിക്കലിൻ്റെ ഇടയിൽ ഒരു സ്ഥിതിയാണ്, ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ ചെയ്യണ്ടേന്ന്. രണ്ടും ഓപ്ഷൻസ് ഉണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ് ഒരു ലവിൻ്റെ എനർജിയാണ്. അപ്പം ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ മുമ്പോട്ട് ചിലപ്പോൾ പൂവുണ്ട്, പക്ഷെ ഒരു സ്ലോ എനർജിയാണ്. അവർ ഒരു ആക്ഷൻ ഈ സമയത്ത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് വേണ്ടത് ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ കൂടെ. ഈ സിറ്റുവേഷൻ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴത്തെ 4 ഓഫ് കപ്സ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി, ഒരു പേഴ്സൺ ഇവിടെ എഫേർട്ട് ഇടണില്ല മുമ്പത്തെ മാതിരി, മറ്റേ പേഴ്സൺ ഡിസപ്പോയിൻറ്റഡ് ആണ്. രണ്ടാളും വെയിറ്റ് ചെയ്യണു, എന്താ വേണ്ട അറിയില്ല, ഫ്യൂച്ചർ ഉണ്ടോ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണേ നിങ്ങളിപ്പോൾ. ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണോ വേണ്ടേ? അപ്പോൾ അങ്ങനത്തെ കുറേ മനസ്സിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കിങ് ഓഫ് കപ്സ്. അപ്പോൾ പാസ്റ്റിൽ ഞാനിവിടെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം കാണുന്നുണ്ട്, ലവ് ഉണ്ട്, കുറേ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നു. നല്ല സമയമായിരുന്നു നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ. കുറേ നിങ്ങൾ എൻജോയ് ചെയ്തു, കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. അതല്ല വെച്ചാൽ കുറേ ഇങ്ങനെ ചാറ്റിങ്, കുറേ റൊമാൻറ്റിക് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. രണ്ടാളുടെ ഇടയ്ക്ക് നല്ലൊരു കമ്പാറ്റബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എന്താണ് ഇവിടെ ഈ 3 ഓഫ് സോഡ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? 6 ഓഫ് സോഡ്സ്. അപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്കാണ് പോണത്. അപ്പം നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? ചാരിയറ്റ്, മുമ്പോട്ടേക്ക് പോണ എനർജി. നിങ്ങൾക്ക് ഇവിടെ റീകൺസിലിയേഷൻ വേണം എന്നുണ്ട് സാജിറ്റേറിയസ്. പക്ഷെ ഇത് ഈ ഉടനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾക്കൊരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്.
ഈ പേഴ്സന്റെ ഫീലിങ്സും അതുമാതിരി തന്നെയാണ്. പക്ഷെ ഇവരുടെ ഭാഗത്തിൽ ഞാനൊരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്, ലവേഴ്സ്. അപ്പോൾ ഈ ലവേഴ്സ് പറയണത് ഒരു സ്ട്രോങ് അട്രാക്ഷൻ ആണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. പക്ഷെ ഈ പേഴ്സൺ മാരിഡ് ആവാം, അതല്ല വെച്ചാൽ അവരുടെ ഫാമിലി ഈ റിലേഷൻഷിപ്പിൽ ഇടയിൽ വരുന്നുണ്ടാവും. എന്താ വെച്ചാൽ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഓക്കെ ആയിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആവാം. ഈ പേഴ്സന്റെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ അവർ അതുകൊണ്ട് ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു ക്ലാരിറ്റി വന്നിരിക്കണു. അവർക്ക് മുമ്പേ അറിയണ്ടായിരുന്നില്ല അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്താണെന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ കിങ് ഓഫ് വാൻസ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം എന്നുണ്ട്, ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആയിട്ടും നിങ്ങൾ അവരെ മിസ് ചെയ്യണു. പക്ഷെ ഒരു പേടി ആക്ഷൻ എടുത്ത് അവരെ റിജക്റ്റ് ചെയ്യുമെന്ന്. ഈ പേഴ്സന്റെ ഇന്റൻഷനിലെ വേൾഡ് അവരെന്തോ ഒരു സൈക്കിൾ ക്ലോസ് ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരിക. ജസ്റ്റിസ് അവർക്ക് ഒരു തീരുമാനം എടുക്കാണ്ട്, എസ്പെഷ്യലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, അവരൊരു ഫെയർ ആയിട്ട് അവർക്കൊരു തീരുമാനം എടുക്കണം. അവർക്ക് ആർക്കും വിഷമിപ്പിക്കണം എന്നില്ല. അപ്പോൾ അവരൊരു അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തിൽ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്തിട്ടില്ല. കുറെ ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഹോപ്പ് വെച്ചിരിക്കുകയാണ് ഇത് ശരിയാവും, കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്? അപ്പോൾ ബ്ലോക്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ റെഡിയാണ് ഫൈറ്റ് ചെയ്യാൻ. റൊമാൻറ്റിക് ഫീലിങ്സ് മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ അയക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആണെന്ന് വെച്ചാൽ ഒരു കണക്ഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ 7 ഓഫ് കപ്സും ടവറാണ്. അവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എന്തോ അവരൊരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. ഇതൊരു ഷോക്കിംഗ് ഡിസിഷൻ ആയിരിക്കും നിങ്ങൾക്കും അവർക്കും. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് അവരൊരു തീരുമാനം എടുക്കുന്നത് അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ ആ മാറ്റം നിങ്ങളെയും എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ എവിടെയോ നിങ്ങളെല്ലാവരുടെയും ലൈഫ് കണക്റ്റഡ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് വാൻസ് കുറേ കോൺഫിഡൻസിൻ്റെ കൂടിയാണ് അവർ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഫേവറിലായിരിക്കാം. ഔട്ട്കം എന്താണെന്ന് നോക്കാം. 8 ഓഫ് കപ്സ്. 8 ഓഫ് കപ്സ് ഒരു ഇമോഷണലി ഡിസ്റ്റൻസ് വെക്കണ എനർജിയാണ്. പക്ഷെ ഈ സിറ്റുവേഷൻ തിരിച്ചു വരണു. അപ്പോൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ തിരിച്ചു വരുന്നുണ്ട്. സ്ട്രെങ്ത് എനർജി ഇവിടെ കുറെ ബോൾഡായി ഒരു ഡിസിഷൻ ആരോ എടുക്കണു. ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കം. അപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായാലും ഞാൻ കാണുന്നത് ഒരു റീകണക്ഷൻ ആണ്, ഒരു റീകൺസിലിയേഷൻ ആണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഈ പേഴ്സൺ എന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. വി വിൽ ബി ടുഗെദർ അഗൈൻ. അപ്പോൾ ഈ പേഴ്സൺ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ രണ്ടാളും ആദ്യം ഒരുമിച്ച് വരുമെന്ന്. എന്താണ് ഇവിടെ? ഹണിമൂൺ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ വെരി സൂൺ ഇതൊരു നല്ല പോസിറ്റീവ് മെസ്സേജ് വരാൻ പോകുന്നുണ്ട്, ഒരു ന്യൂസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ട്രിപ്പ് എടുക്കാനുള്ള പ്ലാനും ഉണ്ടാവും. ഓക്കെ, അതല്ല വെച്ചാൽ ഫ്യൂച്ചറിലായിരിക്കും ഇത് ഉണ്ടാവുക. എന്തായാലും ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് വന്നിരിക്കണേ. ലിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ കുറേ ഉണ്ട്, ടോറസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൈൻസ് ആണ് ഞാൻ കാണുന്നത്. ബട്ട് ഇതല്ലാണ്ടും വേറെ സൈൻസ്, ജെമിനൈ ഉണ്ട്. ഇത് സൈൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളുടെ സൈന് പറഞ്ഞിട്ടില്ല വെച്ചാലും, നിങ്ങളുടെ പേഴ്സൻ്റെ സൈൻ ഇവിടെ വന്നിട്ടില്ല വെച്ചാലും അത് ഇമ്പോർട്ടൻ്റ് അല്ല. ചിലപ്പോൾ സൈൻസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് അതൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ സൈൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, മെസ്സേജിൽ ഫോക്കസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജാണ് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യുക ഈ റീഡിങ്ങിനെ. ആൻഡ് പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.